പാറ അടർന്ന് വീടിന് മുകളിൽ വീണ വീട്ടമ്മ മരിച്ച പത്തനംതിട്ട ആങ്ങമൂഴി ഇടുപ്പുകല്ലിൽ അപകടം ആവർത്തിക്കാൻ ഇനി സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം വേനൽ മഴയ്ക്കിടയിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അപകടത്തിൽ പത്മകുമാരി തൽക്ഷണം മരിക്കുകയായിരുന്നു. നമുക്ക് CK അഭിലാലിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. അപകടത്തിൽ മരിച്ച പത്മകുമാരിയുടെ തകർന്ന വീടാണ് കാണാൻ കഴിയുന്നത്. 2 മുറി പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അവശേഷിക്കുന്ന ഭാഗവും ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ്. വീടിൻ്റെ ഭിത്തികൾ കരിങ്കല്ലായി നിർമ്മിതമാണ്. മേൽക്കൂര ഓടിട്ടതാണ്. ഈ കാണുന്നത് പാറ ഇന്നലെ വൈകുന്നേരം വീടിൻ്റെ ഏറെക്കുറെ 50 മീറ്റർ മുകളിൽ നിന്നും അടർന്നു വീണ പാറയുടെ ഭാഗമാണ്. അടുക്കള ഭാഗത്തേക്കാണിത് വന്നു വീണത്. ഈ ഘട്ടത്തിൽ പത്മകുമാരി ചായ ഇടാനുള്ള ഒരുക്കത്തിലായിരുന്നു. തൊട്ടടുത്ത മുറിയിലേക്ക് എത്തി ഫ്രിഡ്ജ് തുറന്ന് പാലെടുക്കുന്ന വേളയിലാണ് വലിയ ശബ്ദത്തോടു കൂടി മുകളിൽ നിന്നും കരിങ്കൽ പാളി അടർന്ന് ഇവിടേക്ക് വീണത്. തുടർന്ന് കരിങ്കൽ ഭിത്തി തകർന്ന് അതിനടിയിൽ ആയിപ്പോയ പത്മകുമാരി അവിടെ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഈ പാറ അവിടുന്ന് നേരത്തെ ഇളകിയൊക്കെ ഒരുമാതിരി ഇളകിയിരിക്കുന്ന പാറയാതെ, പക്ഷെ അന്ന് ഇങ്ങനെ ഈ സമയത്ത് ഇത് വരുമെന്ന് ഒരിക്കലും ഒരുത്തർക്കും ഒരു ധാരണയില്ല. അതുപോലത്തെ 4 പാറ അവിടെ ഇളകിയിരിക്കുന്നത്, അതിൽ 2 പാറ ഇളകി അവിടെ കിടക്കുന്നു. അതിലൊരു പാറ ഈ വന്നേക്കുന്നത്. ഇനി ഇതുപോലൊരു പാറ ഇനി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിന് ഭയങ്കര ഒരു ഭീഷണി ആ പാറ ഇരിക്കുന്നത്. അതെപ്പോഴാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ഇത്രയും ആൾക്കാർക്കും അത് ഭയങ്കര ഭീഷണിയായിട്ടായിരിക്കുന്നത്. ഞാനിവിടെ കയറി വന്നപ്പോൾ ഇവിടെ 2 പേരുണ്ട്, 2-3 പേരുണ്ട്. ഞങ്ങൾ കയറി ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഇതിനടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് കാലിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണത്തുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരെല്ലാം കൂടി ഓടി വന്ന് ആങ്ങമൂഴിക്കുന്ന ഒരുപാട് ആൾ ഓടി വന്ന് അവരെല്ലാം കൂടെ വന്നാണ് പിന്നെ എടുത്ത് ഇവർ പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ ഇവിടെ വെളിയിലോട്ട് ഇറക്കിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു. അങ്ങനെ പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഒറ്റ സുഹൃത്തായിരുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ ഇനി ഒരു സുഹൃത്തിനെ ഞങ്ങൾക്ക് കിട്ടാനില്ല. അതുപോലെ ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞതാണ്. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു മല ഞങ്ങൾ കയറിപ്പോവും. ഞങ്ങൾക്ക് റബ്ബറൊക്കെ വെട്ടാനുണ്ട്. അങ്ങനെ അതുപോലെ ഞങ്ങൾ ജീവിച്ചത്. ഞാൻ ഒരു പാത്രത്തിൽ തിന്ന് കഴിയുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഇതുപോലൊരു സുഹൃത്തിനെ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് അടുപ്പമുള്ളൊരു സുഹൃത്തായിരുന്നു. സുഹൃത്തും എൻ്റെ ഒരു നാത്തൂനും കൂടിയാണ്. അതുപോലെ ഞങ്ങൾ ജീവിച്ച ആൾക്കാർ. ഞങ്ങൾക്ക് ഒത്തിരി വിഷമസ്ഥിതി ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ പോയതിന്. പത്മകുമാരി ചേച്ചിയുടെ 2 മക്കൾ, 2 ചെറുമക്കൾ, അമ്മ എന്നിങ്ങനെ 5 പേര് തൊട്ടടുത്ത മുറിയിലാണ് ഉണ്ടായിരുന്നത്. ചായ എടുക്കുന്നതിനായി ഫ്രിഡ്ജ് തുറന്ന് പാലെടുക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ വലിയ ശബ്ദം അങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമായിരുന്നോ? കാറ്റായതുകൊണ്ട് ഒരു സൗണ്ടും കേൾക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര കാറ്റും മഴയും ഇതൊക്കെ ആയതുകൊണ്ട് സൗണ്ടായിട്ടൊന്നും കേട്ടില്ല. അങ്ങനെ സംഭവിച്ചത്. സൗണ്ട് കേട്ടിരുന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിന്. അങ്ങനെ പോലും ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പറ്റിപ്പോയതായത്. ഈ കാണുന്നത് പോലെ ചെറുതും വലുതുമായ നിരവധി പാറകളുള്ള കുത്തനെയുള്ള ഒരു പ്രദേശമാണ്. അവശേഷിക്കുന്ന പാറകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ റവന്യൂ വകുപ്പിന് മുൻപാകെ വെച്ചിട്ടുള്ളത്. കോന്നി താലൂക്ക് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.